മഴത്തോട് മുമ്പേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരണ്യ പ്രതികളെ തിരിച്ചറിയാനുള്ള ആ ഒരു കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയൽ പരേഡാണ് അതിന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെക്ഷനിൽ പ്രതികളെ നിർത്തിയിട്ട് അതിൻ്റെ കൂടെ വ്യാജ ആളുകളെയും നിർത്തിയിട്ട് അതിൽ നിന്നും പ്രതികളെ ശരണ്യ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം കോടതി നോക്കുക. അത് പ്രതികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രതികൾക്ക് ഒരിക്കലും രക്ഷയുണ്ടാവില്ല. അതിനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ അലീനയ്ക്ക് വളരെയധികം പേടിയുണ്ടായിരുന്നു. കാരണം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവൾ എല്ലാവരെയും ഒരുപോലെ പറയുമോ അതോ രോഹിത്തിനെ രക്ഷപ്പെടുത്തുമോ എന്നുള്ളൊരു ആശങ്കയിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഈ ഒരു കേസിൻ്റെ കാര്യത്തിനായിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, അച്ഛാ ഞാനും വരുന്നുണ്ട്, എനിക്ക് ശരണ്യെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മോളെ കോടതിയിൽ വെച്ച് എന്തായാലും നടക്കത്തില്ല. കാരണം അവളുടെ ആളുകൾ അവളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ അവൾ നിന്നെ കാണുന്നുണ്ടായിരിക്കും, നിനക്ക് അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ആ ഒരു സമയത്ത് അലീന പറയുന്നുണ്ട്, എനിക്ക് അവളെ അടുത്ത് സംസാരിക്കാൻ കിട്ടണമെന്നില്ല, എനിക്ക് ഒരു 2 സെക്കൻഡ് അവൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി, എനിക്ക് ഉറപ്പുണ്ട് അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളതും ഞാൻ പറഞ്ഞതനുസരിച്ച് അവൾ സത്യം പറയുമെന്നുള്ളതും നമ്മുടെ രോഹിത്തിൻ്റെ നിരപരാധിത്വം അവൾ സമ്മതിച്ചിട്ട് അവൾ രക്ഷിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അവൾ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്. ആ ഒരു ഇതിനായിട്ട് എനിക്ക് ശ്രമിക്കണം, അതിനെക്കൊണ്ട് അച്ഛൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ബാലചന്ദ്രൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ അലീനയും ബാലചന്ദ്രനും കോടതിയിൽ എത്തുന്നുണ്ട്. ശരണ്യെ കാണാനുള്ള ഓരോ തിടുക്കത്തിലാണ് അലീന നിൽക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ അലീന ആഗ്രഹിച്ചതുപോലെ ദൈവം സഹായിച്ച് ശരണ്യെ ഒരു നോക്ക് കാണുകയും പല ആക്ഷനിലൂടെയും അലീന ശരണ്യെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ശരണ്യ കണ്ണുകൾ കൊണ്ട് ഒന്നും പേടിക്കണ്ട എന്നുള്ള രീതിയിൽ അലീനയ്ക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് വിസ്താരം തുടങ്ങുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൽ നിന്നെ ആക്രമിച്ച പ്രതികർ ഏതാണ് എന്നുള്ളത് നീ തിരിച്ചറിയുന്നുണ്ടോ? അറിയുന്നുണ്ടെങ്കിൽ സത്യം പോലെ നീ തുറന്നു പറഞ്ഞ് അവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. മോളുടെ ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നീ പറയുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും, അതുകൊണ്ട് നിന്നെ ഉപദ്രവിച്ചവരെ നീ കാണിച്ചു തരണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആദ്യം തന്നെ ശരണ്യ വിരൽ ചൂണ്ടി പോയത് ഹരിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ചതിച്ച, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് എന്നെ ഈ തോതിൽ ആക്കിയ ചതിയനായിട്ടുള്ള ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ശത്രു, എന്നെ പീഡിപ്പിച്ചവൻ ഇവനാണ്, ഇവൻ മുഖാന്തരമാണ് ബാക്കിയുള്ളവരൊക്കെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും മുന്നിലേക്ക് കൈകൾ ചൂണ്ടിക്കൊണ്ടു പോവുകയാണ്. അവസാനം രോഹിത്തിൻ്റെ നേരെയാണ് ശരണ്യ കൈകൾ ചൂണ്ടി നിൽക്കുന്നത്. രോഹിത്തിൻ്റെ നേരെ കൈകൾ ചൂണ്ടി നിൽക്കുന്ന കാഴ്ച കണ്ട് അലീന ആകെ സ്തംഭിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ശരണ്യ എൻ്റെ അനിയൻ്റെ നേരെ കൈ ചൂണ്ടിയല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശരണ്യ ആ സത്യം തുറന്ന് പറയുന്നത്. ഇയാളെ എനിക്ക് അറിയില്ല, എന്നെ ആ ഒരു ഉപദ്രവിക്കുന്ന സമയത്ത് ഈ പയ്യൻ അവിടെ ഇല്ലായിരുന്നു, ഇയാൾ നിരപരാധിയാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള 4 പേരെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഇവരെയൊന്നും എനിക്ക് അറിയ പോലുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള ശരണ്യക്ക് പുറത്തു നിന്നും മനസ്സിലാവാത്ത രീതിയിൽ ഒരു 4 പേരെ, അറിയാത്ത 4 പേരെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. ആ കൂട്ടരുടെ കൂടെ ഉള്ള ആളുകളെ പോലെ തന്നെ ശരണ്യ രോഹിത്തിനെയും രക്ഷപ്പെടുത്തിയിട്ട് അവനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ശരണ്യ വിട്ടയക്കുകയാണ്. ആ ഒരു സമയത്താണെങ്കിൽ ശരണ്യയുടെ കൂടെ വന്നിട്ടുള്ള സ്വന്തം വീട്ടുകാരൊക്കെ നീ എന്ത് പണിയായി കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് കോടതി നിശബ്ദത പാലിക്കൂ, ഇവിടെ അതിജീവിതയാണ് സത്യം പറയേണ്ടത്, അവളുടെ വാക്കിനാണ് ഇവിടെ വില, മറ്റുള്ളവരാരും ഇവിടെ ഭീഷണിപ്പെടുത്തുകയോ അവളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുകയോ ഒന്നും ചെയ്യേണ്ട, പിന്നെ കുറ്റം നിങ്ങൾക്കായിരിക്കും, ശിക്ഷ ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി അവരെ അടക്കി നിർത്തുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെ ശരണ്യയുടെ ആ ഒരു ഇതിൽ കോടതി വെറുതെ വിടുകയും ഹരിക്കും കൂട്ടാളികൾക്കും നല്ലൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുകയാണ്.